ഹായ് മക്കളെ, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ലൈവുകളൊക്കെ തന്ന് നമ്മൾ റെക്കോർഡ് വീഡിയോ ഒക്കെ തന്ന് നിങ്ങളങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. അതായത് നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് കടക്കുമ്പോൾ നിങ്ങളവിടെ വരുത്തുന്ന ചില മിസ്റ്റേക്കുകൾ നിങ്ങളുടെ മാർക്ക് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 6 മിസ്റ്റേക്കുകൾ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് അടിപൊളിയായിട്ട് ഉഷാറാക്കിയിട്ട് ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ പരീക്ഷാ ഹാളിൽ വരുത്തുന്ന 6 മിസ്റ്റേക്സ്, അതെങ്ങനെ സോൾവ് ചെയ്യാം? വെൽക്കം ടു എജ്യൂപോഡ് +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കൊക്കെ +1 ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് നേടാൻ ആഗ്രഹമുണ്ടോ അവർക്കൊക്കെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് ഇപ്പോൾ +1 ക്രിസ്മസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ പ്രശ്നം എന്താടാ? നോട്ട് റീഡിങ് ദ ക്വസ്റ്റ്യൻ പേപ്പർ പ്രോപ്പർലി. നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് വായിക്കില്ല. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും 2 മാർക്കായിരിക്കും, ചില ക്വസ്റ്റ്യൻസ് 3 മാർക്കായിരിക്കും, ചില ക്വസ്റ്റ്യൻസ് 4 മാർക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും നിങ്ങളൊരു സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? 4 പോയിന്റ് എഴുതണം. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ 6 പോയിന്റ് എഴുതണം. അപ്പോൾ പോയിന്റ് ആക്കി എഴുതുമ്പോഴാണ് എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ക്വസ്റ്റ്യൻ ചാടി കയറി നോക്കുമ്പോൾ ചിലപ്പോൾ അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഒരു പോയിന്റ് മാത്രം എഴുതിയാൽ മതി. 2 മാർക്ക് ക്വസ്റ്റ്യൻ ജസ്റ്റ് 4 പോയിന്റ് മാത്രം എഴുതിയാൽ മതി. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് വായിക്കാതെ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ തെറ്റായിട്ടുള്ള ആൻസർ എഴുതുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് പോയിന്റ്സ് മാത്രം എഴുതുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് നഷ്ടപ്പെടുന്നു? മാർക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ശരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണല്ലേ, ആ കൂൾ ഓഫ് ടൈമിൽ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കണം. ക്വസ്റ്റ്യൻ നന്നായി വായിച്ചിട്ട് ആ ക്വസ്റ്റ്യനിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്, ആ ക്വസ്റ്റ്യനിൽ എന്താണ് ഉള്ളതെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, ക്വസ്റ്റ്യനിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ആൻസർ ചെയ്യാൻ. രണ്ടാമത് എന്താണ്? എസ്സേ ആണ്. നമുക്കറിയാം ഒരു കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 8 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും എസ്സേസ് ഉണ്ട്. ആ എസ്സേകൾ പ്രോപ്പറായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ നല്ലൊരു ശതമാനം മാർക്ക് നിങ്ങൾ നഷ്ടമാവും. അപ്പോൾ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 2 എണ്ണമുണ്ട്. 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 1 ഉണ്ട്. അപ്പോൾ ഈ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും അതേപോലെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഉണ്ട്. ഈ 8 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ് എസ്സേയുടെ കാറ്റഗറി പെടുന്നത്. ആ എസ്സേ നിങ്ങൾ പ്രോപ്പറായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ നല്ലൊരു ശതമാനം മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അപ്പോൾ കഴിയുന്നതും എസ്സേ ആണ് നിങ്ങൾ ആദ്യം വേണ്ടത്. 1 വേർഡ് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? 1 വേർഡ് ചെയ്ത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ എഴുതേണ്ടത് ഏതാണ്? എസ്സേ ആണ്. അപ്പോൾ എസ്സേ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയിട്ട് അതിൽ എസ്സേ ക്വസ്റ്റ്യനിൽ അതിന് ഹിൻഡുകൾ ഉണ്ടാവില്ല. എസ്സേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് തരും? ഹിൻഡുകൾ തരും. ആ ഹിൻഡുകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾ പോയിന്റ് ആക്കി എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എസ്സേ കറക്റ്റായിട്ട് എഴുതാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം. അടുത്തത് എന്താണ്? ലീവിങ് ദ ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ അണ്ടിൽ ലാസ്റ്റ്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ആളുകൾ ചെയ്യുന്ന പ്രശ്നം എന്താ വെച്ചാൽ, ഇത് നോക്കുക, 5ാമത്തെ ക്വസ്റ്റ്യൻ എനിക്കറിയാം, അത് ലാസ്റ്റ് ചെയ്താൽ. 6ാമത്തെ ക്വസ്റ്റ്യൻ അതെനിക്കറിയാം, അത് ലാസ്റ്റ് ചെയ്താൽ. 7ാമത്തെ ക്വസ്റ്റ്യൻ അതെനിക്കറിയാം, അത് ലാസ്റ്റ് ചെയ്താൽ. അങ്ങനെ നിങ്ങൾ അറിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യും? ലാസ്റ്റിലേക്ക് മാറ്റി വെക്കും. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ? നിങ്ങൾ ഈ ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുമ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്ന പ്രശ്നം എന്താ വെച്ചാൽ ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ എഴുതാൻ നിങ്ങൾക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ? അറിയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നല്ലപോലെ വൃത്തിയായിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? തുടക്കത്തിൽ അങ്ങോട്ട് എഴുതുക. അറിയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ഒരു കോൺഫിഡൻസ് കിട്ടും കേട്ടോ. അപ്പോൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് എഴുതാം. പിന്നെ ടൈമാണ്. പലപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ക്വസ്റ്റ്യൻ്റെ മുകളിൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് അറിയില്ല, അറിയാത്ത ക്വസ്റ്റ്യൻ്റെ മുകളിൽ നിങ്ങൾ ഒരുപാട് സമയം വെറുതെ കളയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ 2 മണിക്കൂർ 2.5 മണിക്കൂർ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. അപ്പോൾ എക്സാം നിങ്ങൾക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ അറിയില്ല. നിങ്ങൾ എന്ത് ചെയ്യും? ആ ക്വസ്റ്റ്യൻ ആലോചിച്ച് വെറുതെ കുറേ നേരം ഇരിക്കും. അപ്പുറത്തുള്ള ആളത്തോണ്ടും ഇപ്പുറത്തുള്ള ആളത്തോണ്ടും അങ്ങനെ നിങ്ങളുടെ സമയം വെറുതെ കുറേ നഷ്ടപ്പെടും. ആ സമയം നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താനുള്ള സമയം അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ടൈം കറക്റ്റായിട്ട് ഓർഡർ ആക്കണം. അതായത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതി പോവുക. എന്നിട്ട് ലാസ്റ്റിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അറിയാത്ത ക്വസ്റ്റ്യൻസ് ചെയ്തേണ്ടത്. അപ്പോൾ അറിയുന്ന ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾ ടൈം മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ലാസ്റ്റിലേക്ക് സമയം തികയാത്തൊരു പ്രശ്നം വരില്ല. പിന്നെ ലീവിങ് ദ എക്സാം ഓൾ ഏർലി. നിങ്ങൾ 2 മണിക്കൂറിൻ്റെ എക്സാം ഒക്കെ ആണ്, ഒരു 1.25 മണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി മതി പോകാമെന്ന് വിചാരിച്ച് നിങ്ങൾ പോകും. പക്ഷേ നമ്മുടെ തലച്ചോറ് പ്രശ്നം എന്താ വെച്ചാൽ കാര്യങ്ങൾ തലച്ചോറ് ചിലപ്പോൾ പല സമയത്തായിരിക്കും ഓർത്തെടുക്കുക. അപ്പോൾ നിങ്ങൾ എക്സാം 2 മണിക്കൂറാണെങ്കിലും 2.5 മണിക്കൂറാണെങ്കിലും ഉള്ള സമയം കറക്റ്റ് ഫുള്ള് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാം ഹാളിൽ ഇരിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക?
ഇപ്പോൾ നിങ്ങളൊരു 1.25 മണിക്കൂർ കൊണ്ട് എക്സാം എഴുതി കഴിഞ്ഞു വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നിങ്ങനെ ആലോചിച്ചെടുക്കുക. ഒന്നിങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യുക, സെറ്റാക്കുക. പിന്നെ ഒരു മിസ്റ്റേക്ക് ആണെന്ത്, പലപ്പോഴും ക്വസ്റ്റ്യൻ നമ്പേഴ്സ് പ്രോപ്പറായിട്ട് ഇടാത്തത്. ശ്രദ്ധിക്കണേ, ഏതൊരു ക്വസ്റ്റ്യൻ്റെയും ആൻസർ നിങ്ങൾക്ക് കറക്റ്റ് മാർക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട് വേണം എഴുതാൻ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവസാനം പേപ്പർ കൊടുക്കുന്നതിന് മുന്നേ അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ക്രോസ് ചെക്കും ചെയ്യണം കേട്ടോ. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമാണെന്ത്, നമ്മൾ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യും, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് 4ാമത്തെ ക്വസ്റ്റ്യൻ, അയ്യോ 4ാമത്തെ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയല്ലോ, അവൻ എഴുതിയതാണ് ശരി, ഞാനിത് തെറ്റിപ്പോയെന്നൊക്കെ തോന്നും. അപ്പോൾ എന്താ, എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ, നിങ്ങൾ എഴുതിയ ഒരു ഉത്തരം തെറ്റായി പോയി നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അടുത്ത എക്സാമിനുള്ള കോൺഫിഡൻസ് കളയും. അപ്പോൾ നിങ്ങൾ എക്സാം കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ഭാഗത്ത് വെക്കുക. എന്നിട്ട് എല്ലാ എക്സാമും തീർന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും ഡിസ്കസ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യരുത്, ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യരുത്. അങ്ങനെ ഡിസ്കസ് ചെയ്ത് എന്താ സംഭവിക്കുക, അടുത്ത എക്സാം എഴുതാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നഷ്ടമാവും കേട്ടോ. അപ്പോൾ അടുത്ത എക്സാമിനുള്ള കോൺഫിഡൻസ് നിങ്ങൾ ശേഖരിച്ച് വെക്കണമെങ്കിൽ എല്ലാ എക്സാമും തീർന്നതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു 6 മിസ്റ്റേക്ക് പല ആളുകളും വരുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് ക്രിസ്മസ് എക്സാമിൽ ചിലപ്പോൾ 4-5 മാർക്കൊക്കെ എന്ത് ചെയ്യുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ചിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതുകയാണെങ്കിൽ, എസ്സേ ക്വസ്റ്റ്യനും കൂടി അതിൻ്റെ കൂടെ എഴുതുകയാണെങ്കിൽ ബാക്കിയൊക്കെ സെറ്റാണ്. എല്ലാം പഠിപ്പിച്ചു തരാൻ നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതിലൂടെയാണ് നമ്മൾ ലൈവിന് ശേഷം നോട്ട് അയച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്നായിട്ട് പഠിക്കുക മക്കളെ. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ +1 ഡിസംബറിലെത്തി. ഡിസംബറിലാണ് നിങ്ങൾ ക്രിസ്മസ് എക്സാം നടക്കുന്നത്. മാർച്ചിൽ പബ്ലിക് എക്സാം ഉണ്ട്, അതിന് മുന്നേ മോഡൽ എക്സാം ഉണ്ട്. അപ്പോൾ ഇതൊരു സെമി ഫൈനലായിട്ട് നിങ്ങൾ കാണുക. കാരണം പബ്ലിക് എക്സാമിന് മുന്നേ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഉറപ്പിക്കാനുള്ളൊരു എക്സാമാണ് ക്രിസ്മസ് എക്സാം. ക്രിസ്മസ് എക്സാം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ട, ഒരു പേടിയും പേടിക്കേണ്ട, ഒരു പ്രോബ്ലം ഇല്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റാക്കാൻ പറ്റും. സെറ്റല്ലേ, റെഡിയല്ലേ, ഓക്കെ അല്ലേ? നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. എല്ലാം സെറ്റാക്കി തരാൻ നിങ്ങളുടെ കൂടെ ജിപ്പോർട്ടുണ്ട്. ബൈ, ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.